40 വയസ്സ് കഴിഞ്ഞിട്ടും 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? എന്നാൽ ഈ വീഡിയോ കാണാതെ പോകരുത്. കാരണം ഇന്നും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സുരക്ഷിതമായൊരു റിട്ടയർമെന്റ് ഉണ്ടാക്കാൻ സമയമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ. നമുക്ക് രവിയുടെ കാര്യം എടുക്കാം. 42 വയസ്സ്. കഴിഞ്ഞ ആഴ്ച ദുബായിലെ ഓഫീസിൽ ആളുടെ ടേബിളിൻ്റെ അടുത്തുള്ള മറ്റുള്ള ഫ്രണ്ട്സൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു ഇയാൾ. ചിലവർ പറയുന്നുണ്ട് ഇനി 9 വർഷം കൂടി മതി, ഓൾമോസ്റ്റ് എല്ലാ പ്ലാനും സെറ്റ് ആയിട്ടുണ്ട്, നാട്ടിൽ പോകാൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ പല പല ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങിക്കഴിഞ്ഞു. രവി ഒന്നും പറഞ്ഞില്ല, കാരണം പുള്ളി ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇതാണ് മിക്ക മലയാളികളും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. ഗൾഫിൽ ജോലി ചെയ്യുന്ന പലരും 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ആലോചിച്ച് തുടങ്ങുക. അന്ന് രാത്രി രവിക്ക് ഉറക്കം വന്നിട്ടില്ല. ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാൻ വൈകി പോയോ എന്നൊക്കെയാണ് ആളുടെ പേടി വന്നിട്ടുള്ളത്. നിങ്ങൾക്കും ഈ പേടി ഉണ്ടോ? എങ്കിൽ പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. 40ാമത്തെ വയസ്സിൽ കൃത്യമായിട്ടുള്ള പ്ലാനോടെ തുടങ്ങുന്ന ഒരാൾക്കുണ്ടല്ലോ, 30ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് വേഗം നിർത്തുന്ന ആളിനേക്കാളും കൂടുതൽ തുക ഉണ്ടാക്കാൻ പറ്റും. ഇവിടെയാണ് കളി മാറുന്നത്. ഞാൻ വെറുതെ പറയണതല്ലാട്ടാ, അത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ച് കാണിച്ചു തരാം. പലരും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും സാറ് ഇത് വെറുതെ പറയണതല്ലേ എന്ന്. എന്നാൽ നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു കണക്കൂട്ടലൊപ്പം നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതില് ആദ്യത്തെ ആള് എ എന്ന് വിളിക്കാം നമുക്ക്. അയാൾക്ക് 30 വയസ്സ്. ഇയാള് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇയാള് ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് നിർത്തി റിട്ടയർമെന്റിന് വേണ്ടിയിട്ട്. അടുത്ത ആളുടെ പേര് ബി. അയാൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി 40ാമത്തെ വയസ്സിൽ. പക്ഷെ അയാൾ എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് 60 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് 20 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തു. ഒരു മാസം പോലും മുടങ്ങാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അയാൾ. ഇതിൽ ഈ രണ്ടാളിലും എയും ബിയും ഉണ്ടല്ലോ, അവർക്ക് രണ്ടുപേർക്ക് 60 വയസ്സാകുമ്പോൾ ആരായിരിക്കും വിജയിക്കുക? ഉറപ്പായിട്ടും ബി ആയിരിക്കും വിജയിക്കുക, വലിയൊരു മാർജിനിൽ. കാരണം എക്ക് എന്താ പറ്റിയത്? 30ാമത്തെ വയസ്സിലൊക്കെ തുടങ്ങി, പക്ഷെ കളി ഇടയ്ക്ക് വെച്ച് നിർത്തിയ ആള്. പക്ഷെ ബി എന്ത് ചെയ്തു? വൈകിട്ടാണ് തുടങ്ങിയത്. വൈകിട്ട് തുടങ്ങിയാലും നിർത്താണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 20 വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്തു. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വൈകി തുടങ്ങുന്നതിനേക്കാൾ അപകടം തുടങ്ങാതിരിക്കുന്നതാണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഞാൻ എല്ലാ ആഴ്ചയും കേൾക്കാറുണ്ട്. കഴിഞ്ഞ മാസം ദുബായിലുള്ള ഒരു HVAC ടെക്നീഷ്യൻ, അയാൾക്ക് 46 വയസ്സിന് 2 മക്കളുണ്ട്. പുള്ളി 15 വർഷമായിട്ട് ദുബായിലുണ്ട് കേട്ടോ. പക്ഷെ സ്വന്തം ഭാവിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ചിന്തിച്ചു തുടങ്ങിയത്. ആളെന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര വിഷമത്തിലാണ് സംസാരിക്കുന്നത്. സാറേ, എനിക്കിപ്പോൾ 46 വയസ്സായി, ഞാൻ ഒരുപാട് ലേറ്റായി പോയി, എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നും ഞാൻ സേവിങ് ഒന്നും നടത്തിയിട്ടൊന്നുമില്ല, ഇനി എനിക്കൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ഉണ്ടാവില്ലേ സാറേ എന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് പുള്ളിയുടെ കണക്കുകളൊക്കെ നോക്കിയപ്പോൾ പുള്ളി അടക്കം ഞെട്ടിപ്പോയി. പലരും അറിയാണ്ട് പോണ വലിയൊരു രഹസ്യമുണ്ട്. ഞാൻ കാണുന്ന പല ആളുകൾക്കും ഉണ്ടല്ലോ, റിട്ടയർമെന്റിലേക്ക് വേണ്ട ഒരു 20 മുതൽ 30% വരെ ഇതിനകം തന്നെ അവരുടെ PF ഗ്രാറ്റുവിറ്റി ചെയ്യാം, അല്ലെങ്കിൽ നാട്ടിലെ ചെറിയ സമ്പാദ്യങ്ങൾ അതിലൊക്കെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. ചിലർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ആസ്തികളുടെ മൂല്യം ഇപ്പോഴും കൃത്യമായിട്ടൊന്നും അറിയില്ല. പുള്ളിയുടെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു അവസ്ഥ. മിക്കവർക്കും ഒരു ധാരണയുണ്ട് അവരൊരു വലിയ വാക്കത്തിൽ നിൽക്കണം എന്നുള്ളത്, അതായത് ഒരു ശൂന്യതയിലാണ് നിൽക്കണം എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശരിക്കും. അവസാനം ആൾ ഫോൺ വെക്കുമ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ ഞാൻ വിചാരിച്ച് ഞാൻ വല്ലാണ്ട് വൈകിപ്പോയി എന്നുള്ളതാണ്, എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലായിരുന്നു, ഇപ്പോഴാണ് എൻ്റെ ശ്വാസം മര്യാദയ്ക്ക് വീണത്, ഒരു ആശ്വാസമായി സാറേ എന്ന് പറഞ്ഞു. ഇനി പറയാൻ പോണ ഒരു കാര്യം മിക്ക ആൾക്കാർക്കും അറിയില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് 120 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ചിക്കൻ ബിരിയാണി നിങ്ങളുടെ കുട്ടി 20 വർഷത്തിന് ശേഷം മേടിക്കുമ്പോൾ അതിന് വില എത്രയായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നാട്ടിൽ ഇപ്പോഴത്തെ 6 മുതൽ 7% വരെയുള്ള ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ, പണപ്പെരുപ്പം തുടർന്നാൽ ഇന്ന് 50,000 രൂപ വെച്ചിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് 20 വർഷത്തിന് ശേഷം ഇതേ രീതിയിൽ ജീവിക്കണമെങ്കിൽ മാസത്തിൽ ഏതാണ്ട് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ഒരു മാസത്തിൽ ആവശ്യമായിട്ട് വരും. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് 30 ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു തുകയായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു 20 വർഷം കഴിയുമ്പോഴുണ്ടല്ലോ അതിൻ്റെ പർച്ചേസിങ് പവർ കുറഞ്ഞു വരും. ഓരോ കൊല്ലം നീങ്ങും തോറുണ്ടല്ലോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ തുക മാറ്റി വെക്കേണ്ടി വരും. അതാണ് റിയാലിറ്റി. ഈ പണം വളരുന്ന മാജിക് അറിയാൻ വേണ്ടിയിട്ട് വലിയ തിയറി ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഒരു തെങ്ങും തൈ അങ്ങോട്ട് നട്ടുന്ന് വയ്ക്കുക, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ പോയി നോക്കിയാൽ വല്ല മാറ്റം ഉണ്ടാവും? അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഓരോ ദിവസം പോയിട്ട് അതിനെ വലിച്ചു വലുതാക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. പക്ഷെ അതെല്ലാ മാസവും നമ്മൾ വെള്ളമൊഴിച്ച് അതിനെ പരിപാലിച്ചാൽ അത് വളരും. 2ാമത്തെയും 3ാമത്തെയും വർഷം വലിയ മാറ്റമൊന്നും കാണൂല അതിന്. 5ാമത്തെയൊക്കെ വർഷം നോക്കിയാൽ ചിലപ്പോൾ കാച്ചു തുടങ്ങും, പക്ഷെ കാര്യമായിട്ട് തേങ്ങയൊന്നും വന്നുണ്ടാവില്ല അതിൽ. പക്ഷെ ഒരു 7-8 കൊല്ലം കഴിഞ്ഞ് കാച്ചു തുടങ്ങിയാൽ പിന്നെ അത് നമുക്ക് ജീവിതകാലം മുഴുവൻ തേങ്ങ തന്നുകൊണ്ടേയിരിക്കും. ഇൻവെസ്റ്റിങ് ഇതുപോലെ തന്നെയാണ്.
ആദ്യത്തെ 5 മുതൽ 10 വർഷം വരെയൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഗ്രോത്ത് ഭയങ്കര പതുക്കെയായിരിക്കും. പക്ഷെ അവസാനത്തെ ആ ഒരു 5 വർഷം കൊണ്ട് ഉണ്ടാവുന്ന ഒരു കോമ്പൗണ്ടിങ് വളർച്ച ഉണ്ടല്ലോ, നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. മാർക്കറ്റിനെ ജയിക്കുന്നത് ബുദ്ധിമാന്മാരൊന്നല്ല, ക്ഷമയുള്ളവരാണ്. പക്ഷെ ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? 2 രീതിയിലുള്ള ആൾക്കാരെ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഷാർജയില് ടെക്സ്റ്റൈൽ കട നടത്തുന്ന ഉഷയ്ക്ക് എല്ലാ മാസവും ഒരേ ടൈപ്പ് വരുമാനമല്ല ആവുക, ബിസിനസ് അല്ലേ. അതുകൊണ്ട് ഉഷയ്ക്ക് വേണ്ടത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. രണ്ടാമത്തെ ടൈപ്പാണ് നമ്മുടെ രവി. ആൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ശമ്പളം ഉണ്ട്. രവിക്ക് ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു തുക എന്തായാലും മാറ്റി വെക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മാസത്തെ ചെലവുകളുണ്ടല്ലോ, അതൊരു ഡയറിയിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ അതൊന്ന് കൃത്യമായിട്ട് എഴുതി തുടങ്ങുക. പേനയും പേപ്പറൊക്കെ എടുത്തോട്ടാ ഇനി, എന്നാൽ എഴുതി തുടങ്ങിക്കോ. അപ്പോൾ മാസത്തെ ചെലവുകളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങൾക്ക് എവിടെയൊക്കെ സമ്പാദ്യമുണ്ട് അതിനെ പറ്റിയിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് തയ്യാറാക്കുക. ചിലപ്പോൾ നാട്ടിൽ FD കുറച്ച് കിടക്കുന്നുണ്ടാവും, സേവിങ്സ് ബാങ്കിലുണ്ടാവും, ചിട്ടിയിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വല്ല സ്കീമുകളുണ്ടാവും, ഇനി അല്ലെങ്കിൽ PF ഉണ്ടാവും, അല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടാവും. അതെല്ലാം അതിൻ്റെ വാല്യൂ എല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതി കൂട്ടുക. ഇതാണ് മിക്ക ആൾക്കാരും മറക്കുന്നത്. ഇപ്പം നിങ്ങളുടെ നിലവിലുള്ള സമ്പാദ്യവും പിന്നെ റിട്ടയർമെൻറ്റ് ലക്ഷ്യവും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയുക. ആ ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കണം. ആ ഗ്യാപ്പ് കുറയ്ക്കാനും പല സാഹചര്യങ്ങളിലും അത് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണം. ആ പ്ലാനാണ് ഇതിനൊക്കെ സഹായിച്ച് ഈ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ. നമുക്ക് ശമ്പളം വാങ്ങുന്നവരായാലും ബിസിനസ്സുകാരായാലും നമുക്ക് ഈ ഗ്യാപ്പൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതിന് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വേണം. ചുരുക്കത്തിൽ 40 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു വയസ്സൊന്നുമല്ല. നിങ്ങൾ ഒട്ടും വൈകിട്ടുമില്ല. ഈ 40ാമത്തെ വയസ്സിൽ എത്ര തുക വെച്ചിട്ട് നമ്മൾ നിക്ഷേപിച്ചാൽ നമ്മുടെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. retirement@40 എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇന്ന് 40 വയസ്സാണെങ്കിൽ അടുത്ത 20 വർഷം എങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ തീരുമാനമാണ്. ഈ വീഡിയോ കണ്ടിട്ട് പിന്നീട് നോക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം നിങ്ങൾ ഇന്ന് എടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ, നിങ്ങളുടെ 60 വയസ്സുകാരനായ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും അത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെന്റ് ഗ്യാപ്പ് അറിയണമെന്നുണ്ടാ. അതായത് 60 വയസ്സ് ആവുമ്പോൾ സുഖമായിട്ട് ജീവിക്കാൻ ഇനി എത്ര രൂപ വരെ കുറവുണ്ടെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കണം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് retire@40 എന്ന് എഴുതിയാൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഗ്യാപ്പും ടൈം ലൈനൊക്കെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം. ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.